കഴിഞ്ഞ തവണ കേരള സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിക്ക് ഒരേ ഒരു വാർഡ് മെമ്പറാണ് ഉണ്ടായിരുന്നത്. അത് ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം പഞ്ചായത്തിലെ 21-ാം വാർഡിലാണ്. 2023 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അട്ടിമറി വിജയത്തോടുകൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ബീന കുര്യൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇത്തവണയും അവർ മത്സരത്തിലുണ്ട്. പക്ഷേ പ്രചരണമൊക്കെ കൊഴുക്കുമ്പോഴും തന്റെ തൊഴിലിലാണ്, ഈ കാണുന്ന മെഡിക്കൽ ലാബിൽ അവർ തങ്ങളുടെ തൊഴിലിലാണ്. നമുക്ക് ബീന കുര്യന്റെ വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഈ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ ജോലിയിലാണ്? അതെ അതെ അതെ, ഞാൻ രാവിലെ 6:30 വന്ന് ലാബ് തുറക്കും. എന്റെ സ്വന്തം ലാബാണ്. അപ്പം ഞാൻ തന്നെയാണ് വന്ന് തുറക്കുന്നത്. സ്റ്റാഫ് 8:30 വരുള്ളൂ. അപ്പം എനിക്ക് കൂടുതൽ പ്രചാരണത്തിന് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. എങ്കിൽ പോലും ഞാൻ വൈകുന്നേരം ഒരു 2-3 മണിക്കൂറാണ് പോകുന്നത്. 2 ദിവസമായാലും പോകാൻ തുടങ്ങിയിട്ട്. അപ്പം കൂടുതലൊന്നും പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റില്ല. എങ്കിലും ആൾക്കാരെല്ലാം എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. നമ്മുടെ സ്വന്തം വാർഡ് പോലെ തന്നെയാണ്. എൻ്റെ സ്വന്തം വാർഡിലല്ല ഞാൻ ഈ പ്രാവശ്യം നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന വാർഡ് ഈ പ്രാവശ്യം ജനറൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വനിതാ വാർഡിലെ 13-ാം വാർഡിലാണ് ഇന്ന് മത്സരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. വലിയ പ്രചരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണല്ലോ. തീർച്ചയായും. കാരണം എനിക്ക് 13-ാം വാർഡിലെ ജനങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ വർഷങ്ങളായിട്ട്, ഞാൻ ലാബ് തുടങ്ങിയിട്ട് 16 വർഷമായി. ഞാൻ ഇവിടെ കരിങ്കുന്നത്ത് തന്നെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരെയും തന്നെ പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അവർ ചതിക്കില്ല, അവർ ഞങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർഡ് സെലക്ട് ചെയ്തത്. ഞാൻ 1 വർഷമായിട്ട് ഞാൻ ഈ വാർഡാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ഈ വാർഡ് വനിതാ വാർഡ് ആകുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വാർഡിനെ മുൻനിർത്തിയാണ് പ്രവർത്തിച്ചത്. ഒത്തിരി പേരുടെ വോട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാർഡിൽ നിൽക്കുന്നു. 2023 വിജയം ഉണ്ടായപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വരെ അഭിനന്ദിച്ചിരുന്നു. ഇത്തവണത്തെ മത്സരത്തെ കുറിച്ച് ദേശീയ നേതൃത്വം മറ്റും അന്വേഷിച്ചിരുന്നു. പാർട്ടിയുടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സ്റ്റേറ്റിൽ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞു തീർച്ചയായിട്ടും മത്സരിക്കണം. കാരണം എനിക്ക് ഈ ലാഭം കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും എല്ലാവരും എന്നെ നിർബന്ധിച്ചു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് എന്തായാലും നോക്കാം, എല്ലാ കാര്യങ്ങളും നടന്നു പോക്കോളും, നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ എന്നൊരു അവർ സപ്പോർട്ട് തരുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അവർ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. സ്റ്റേറ്റിൽ നിന്നും ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായിട്ട് ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. തീർച്ചയായും വിജയാശംസകൾ. താങ്ക് യു. ആം ആദ്മി പാർട്ടിയുടെ ഈ ഒറ്റയാൾ പട്ടാളം ഇവിടെ മെഡിക്കൽ ലാബിൽ ആ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ്. വൈകുന്നേരങ്ങളിലുള്ള പ്രചരണം കൊണ്ട് മാത്രം തന്റെ വിജയം ഉറപ്പാക്കാമാകും എന്നാണ് ബീന കുര്യൻ നമ്മളോട് പറയുന്നത്. മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.